ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिवशाखान्वितंश्च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्द राधाकान्द नमोऽस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणीं निर्विशेष शून्यवादी पाश्चात्य देशतारिणी। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्। ഭഗവത്ഗീത ആസിറ്റീസ് 9-ാമത്തെ അധ്യായം 12-ാമത്തെ ശ്ലോകം മുതൽ സുജയ പ്രഭുവിടെ പ്രഭുജി ഒരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ 7 മണിക്ക് പോയിരിക്കുന്നു. ടെക്സ്റ്റ് 12 മോഘാസമോഘ കർമാണോ മോഘജ്ഞാന വിചേതശ രാക്ഷസിം ആസുരിം ചൈവ പ്രകൃതിം മോഹിനിം ശ്രിത മോഘാസമോഘ കർമാണോ മോഘജ്ഞാന വിചേതശ രാക്ഷസിം ആസുരിം ചൈവ പ്രകൃതിം മോഹിനിം ശ്രിത. റിബോൾ സിമി മാതാജി. ഹരേ കൃഷ്ണ. മോഘാസമോഘ കർമാണോ മോഘജ്ഞാന വിചേതസാ രാക്ഷസീമസുരീം ചൈവ പ്രകൃതി മോഹിനീം ശ്രിതഃ. മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. മോഘാശമോഘ കർമാണോ മോഘജ്ഞാനാ വിചേതസാ രാക്ഷസീമാസുരിം ചൈവ പ്രകൃതിം മോഹിനീം ശ്രിതാ. പരമരാധ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. മോഘാശമോഘ കർമാണോ മോഘജ്ഞാനാ വിചേതസാ രാക്ഷസീം ആസുരീം ചൈവ പ്രകൃതി മോഹിനീം. അർച്ചന മാതാജി. മോഘസ്യ മോഘ കർമാണോ മോഘജ്ഞാന വിശേഷസാ രാക്ഷസം അസുരം ചൈവ പ്രകൃതിം മോഹിനിം ശ്രിതാ. Translation: Those who are thus bewildered are attracted by demonic and atheistic views. In that deluded condition, their hopes for liberation, their fruitive activities, and their culture of knowledge are all defeated. ഇതിന്റെ മുമ്പത്തെ ശ്ലോകം എന്തായിരുന്നു? അവജാനന്തി മാമൂഢ, അതായിരുന്നു. അതെ പ്രഭുജി. അജാനന്തി മാമൂഢ മാനുഷ്യം തനുമാശ്രിതം പരംഭാവം അജാനന്ദോ മമ ഭൂത മഹേശ്വരം. അപ്പൊ അങ്ങനെ മൂഢന്മാരെ പറ്റിയിട്ടാ പറയുന്നത്. മോഘാസ മോഘ കർമാണോ മോഘജ്ഞാന വിശേഷസ രാക്ഷസിം ആസുരിം ചൈവ പ്രകൃതിം മോഹിനിം ശ്രിത. Those who are thus bewildered are attracted by demonic and atheistic views. In that deluded condition, their hopes for liberation, their fruitive activities, and their culture of knowledge are all defeated. അപ്പൊ നമ്മള് ഏത് വ്യൂ ആണ്? ഡെമോണിക് ആൻഡ് അത്തിസ്റ്റിക് വ്യൂ ആണോ അതോ കൃഷ്ണ കോൺഷ്യസ് വ്യൂ ആണോ?
വി ആർ ഡെലിവറ്റഡ് ആണോ? ഉം. നമ്മുടെ ഇതിൽ വരും ഓജാനന്തി മാമൂട അതിൽ വരുമോ അതോ ഡിവോട്ടീസ് ഇതിൽ വരുമോ? ഇപ്പൊ ഇച്ചിരി ബോധം വന്നുകൊണ്ടിരിക്കുന്നു പ്രഭുജി. ഓക്കെ. നമ്മള് ഭഗവാന്റെ 3 ശക്തിയിൽ ഏത് ശക്തിയിലാ വരിക? മാർജിനൽ പൊട്ടൻസി, മാർജിനൽ തടസ്ഥ ശക്തി. തഥാർത്ഥ ശക്തി അല്ലേ? ഇപ്പോൾ ഇന്റേണൽ പൊട്ടൻസി ഇസ് സുപ്പീരിയർ. അതിലും താഴെ സെക്കൻഡ് ഗ്രേഡ് ആണ് മാർജിനൽ പൊട്ടൻസി. തേർഡ് ഗ്രേഡ് ആണ് ഏത്? എക്സ്റ്റേണൽ പൊട്ടൻസി, ബഹിരംഗ ശക്തി. ബഹിരാംഗ ശക്തി. അന്തരാംഗ ശക്തി, തടസ്ഥ ശക്തി, ബഹിരാംഗ ശക്തി. അപ്പൊ നമ്മൾ മിഡിൽ വരും, സെക്കൻഡ് ഗ്രേഡിൽ വരും. തേർഡ് ആണ് എക്സ്ട്രാ എനർജി. പക്ഷെ എങ്കിലും കൂടിയിട്ട് നമ്മുടെ സുപ്പീരിയർ ആണ്. ഭഗവാന്റെ തന്നെ ഇല്യൂഷറി പൊട്ടൻസി ഇടേക്കാളും മീതെ ഉള്ള തലത്തിലാണ് നമ്മൾ, അതായത് ഉയർന്ന തലത്തിലാണ് മാർജിനൽ പൊട്ടൻസി. അതിന്റെ രണ്ടിലും ഇടയിൽ. അപ്പൊ നമുക്ക് ഓപ്റ്റ് ചെയ്യാം, ഇതിലേക്ക് വരണോ അതിലേക്ക് പോകണോ, അതായത് ബഹിരാംഗ ശക്തിയിൽ നിൽക്കണോ അതോ അന്തരാംഗ ശക്തിയിൽ നിൽക്കണോ നമുക്ക് ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ ഡെമോണിക് ആൻഡ് എത്തിസ്റ്റിക് വ്യൂസ് ഉള്ള ആൾക്കാർ എന്താണ്, അവർ തീർച്ചയായിട്ടും എവിടെ നിൽക്കും? ഭഗവാന്റെ ബഹിരാംഗ ശക്തിയിൽ നിൽക്കും. പ്രാക്ടീസിങ് ഡിവോട്ടീസ് ദേ വാണ്ട് ടു ഗോ, അവര് ഭഗവാന്റെ അന്തരാംഗ ശക്തിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെപ്പോലുള്ളവരൊക്കെ. ഭഗവാനിൽ നമുക്ക് വിശ്വാസമുണ്ട്, ഫെയ്ത്ത് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ പൂർണ്ണമായിട്ടും ശുദ്ധ ഭക്തന്മാരായിട്ടില്ല. പക്ഷെ നമ്മള് ഉയർന്ന ശക്തി ആയിട്ട് കൂടിയിട്ട്, ഭഗവാന്റെ ഉയർന്ന ശക്തി ആയിട്ടും കൂടിയിട്ട് ഭഗവാന്റെ താഴ്ന്ന ശക്തിയുടെ അധീനത്തിൽ വരുന്നു. എന്താണ് അതിന്റെ കാരണം? നമ്മൾ ഉയർന്ന ശക്തിയാണ്, ഭഗവാന്റെ തന്നെ ഏത് ശക്തിയിൽ വരും? സുപ്പീരിയർ. അതായത് മായാശക്തി. മായാശക്തി പറഞ്ഞാൽ ഡെലൂഡിങ് എനർജി, ഇല്യൂഷറി എനർജിയും ഭഗവാന്റെ. അപ്പൊ ആ ശക്തിയെക്കാളും ഉയർന്ന തരത്തിലാണ്. ആക്ച്വലി നമ്മൾ വരുന്നത് അന്തരാംഗ ശക്തിയുടെ കീഴിലാണ്. പക്ഷേ നമ്മൾ ഇപ്പോൾ അവിടെയല്ല ഇവിടെയല്ല എവിടേക്ക് പോകണമെന്ന് തീരുമാനിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളെ മാർജിനിലിട്ടിരിക്കുകയാണ്. ഇൻ ബിറ്റ്വീൻ നമുക്ക് ഓപ്റ്റ് ചെയ്യാം, ഭഗവാന്റെ അന്തരാംഗ ശക്തിയിൽ പോകണോ അതോ ബഹിരാംഗ ശക്തിയിൽ നിൽക്കുന്നു. അപ്പോൾ ഈ എത്തിസ്റ്റിക് ഡെമോണിക് വ്യൂ ഉള്ള ആൾക്കാരൊക്കെ ബഹിരാംഗ ശക്തി, ഭഗവാനെ മാനിക്കുന്നില്ല. പക്ഷെ നമ്മൾ പ്രാക്ടീസിങ് ഡിവോട്ടീസ് നമ്മൾ മാർജിനൽ പൊട്ടൻസിയിൽ നിന്നിട്ട് അവിടെയല്ല ഇവിടെയല്ല ത്രിശങ്ക എന്തായാലും പറയാ, ത്രിശങ്കു സ്വർഗത്തിൽ സ്വർഗത്തിൽ എത്തിയിട്ടുമില്ല, അവിടുന്ന് വിടും ചെയ്തു അതേപോലെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മള് ബഹിരാംഗ ശക്തിയുടെ അധീനതയിലാണ്. ആ ഇൻഫീരിയർ എനർജി നമ്മൾ സുപ്പീരിയർ എനർജിയെ കൺട്രോൾ ചെയ്യുന്നു. സാധിക്കുമോ? ഇൻഫീരിയർ എനർജി സുപ്പീരിയർ എനർജിയായ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന അധീനത്തിൽ വരുന്നു. അതിനെന്താണ് കാരണം എന്ന് ചോദിച്ചത്. അത് നമ്മുടെ പ്രോബ്ലം തന്നെ. നമ്മൾ മറക്കുകയാണ് നമ്മൾ സുപ്പീരിയർ ആണെന്നുള്ളത്. എന്നിട്ട് താഴത്തെ ശക്തിയായിട്ട് കണക്ട് ആയിട്ട് അവിടെ കളിക്കുന്ന ഒരു തിരക്കിലാണ്. ഓക്കെ, ഗുഡ്, വെരി ഗുഡ് പോയിന്റ്. അല്ലാതെ വേറെ എല്ലാവരും ഷെയർ ചെയ്യണം. എന്തുകൊണ്ടാണ് നമ്മൾ സുപ്പീരിയർ എനർജി ആയിട്ടും ഭഗവാന്റെ ഇൻഫീരിയർ എനർജിയുടെ അധീനത്തിൽ വരേണ്ടി വരുന്നത്? നമ്മള് ഭഗവാനായിട്ടുള്ള റിലേഷൻഷിപ്പ് മറന്നു പോകുന്നുണ്ട്. Yes. നമ്മളാണ് ബോസ്, നമ്മളാണ് എല്ലാത്തിനും സുപ്പീരിയർ എന്ന് അറിയാതെ വിശ്വസിക്കും. നമ്മളാണ് ബോസ് എന്ന് വിചാരിക്കുമ്പോൾ എന്ത് പറ്റും? നമ്മള് ഭഗവാനെ സെർവ് ചെയ്യാൻ മറന്നുപോകും. എന്ത് സംഭവിക്കും? ഭഗവാനെ സെർവ് ചെയ്യണം എന്നുള്ളത് മറന്നുപോകും പ്രഭുജി.
Okay. ഇല്യൂഷനിൽ പെടും. Okay. അർച്ചന മാതാജി, പാർവതി മാതാജി, ബബിത മാതാജി, ഇനി ഫർദർ പോയിന്റ്സ് പറഞ്ഞൊക്കെ ശരിയാണെങ്കിലും കൂടിയിട്ട് മോർ പോയിന്റ്സ്. പ്രഭുജി ബഹിരാഗ ശക്തിയായ മറ്റീരിയൽ ആക്ടിവിറ്റീസിനോടുള്ള ആസക്തി കൂടും നമുക്ക്. വി ആർ അണ്ടർ അതിനോടിലേക്ക് വരുന്നതാണ്. ബബിത മാതാജി, ഇനി പോയിന്റ്സ്. ഇല്ല, ഓക്കെ. പ്രഭുജി ആ സിമി പറഞ്ഞ പോലെ നമ്മൾ ബോസ് എന്നുള്ളൊരു ഭാവം വരുമ്പം നമ്മളിവിടെ ബോസ് ആവാൻ നോക്കണം. അപ്പൊ എന്തായി? ഇതിനെയല്ലേ നമുക്ക് കുറച്ചെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഭഗവാന്റെ ശക്തിയെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇവിടെ ബോസ് ആവുകയാണ്. ഓക്കെ, ഗുഡ്. എല്ലാവരും നല്ല പോയിന്റ്സ് ആണ് പറഞ്ഞത്. എങ്കിലും കൂടി ഭഗവാന്റെ 3 പൊട്ടൻസീസ് ആണ് മെയിനായിട്ട്. അന്തരാംഗ ശക്തിയിലാണ് എല്ലാ സ്പിരിച്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നത്. ആധ്യാത്മിക ലോകം. ബഹിരാംഗ ശക്തി ഭഗവാന്റെ ഡെലൂഡിങ് എനർജി, ഇല്യൂഷറി എനർജി, അതിലാണ് ഈ മെറ്റീരിയൽ വേൾഡ് എല്ലാം നടക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് നമ്മളെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ സെക്കൻഡ് ഗ്രേഡ് ആണ്. അപ്പം നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ നമുക്ക് ഭൗതിക ലോകത്ത് ജീവിക്കാം, അല്ലെങ്കിൽ നമുക്ക് ആധ്യാത്മിക ലോകത്തിൽ. ആധ്യാത്മിക ലോകത്തിൽ പോവുകയാണെങ്കിൽ നമുക്ക് യാതൊരു ആങ്സൈറ്റിയും കൂടാതെ, ഒരു പ്രശ്നം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. ഇപ്പം ഇവിടെ ഭഗവാന്റെ ഇല്യൂഷറി എനർജിക്ക് പ്രധാനപ്പെട്ട 2 ആസ്പെക്ട്സ് ആണുള്ളത്. ഒന്ന് ആവരണാത്മിക ശക്തി, ഒന്ന് പ്രക്ഷേപാത്മിക ശക്തി. ഈ 2 ആസ്പെക്റ്റ് ആണുള്ളത്. അപ്പോൾ ഈ 2 ആസ്പെക്റ്റിൻ്റെയും അധീനത്തിൽ നമ്മൾ വരികയാണ്. കാരണം നമ്മൾ വിചാരിക്കുന്നത് ഇവിടെ ഭൗതിക ലോകത്തിൽ വി ആർ ലീഡിങ് നോർമൽ ലൈഫ്, ഇതാണ് ശരിക്കുള്ള ലോകം. നമ്മളെ ഡെല്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് ഇല്യൂഷറി എന്ന് പറയുന്നത്. നമ്മളിവിടെ നോർമൽ ലൈഫാണ്. ഓക്കെ, അങ്ങനെ ഒരു മെൻറ്റാലിറ്റി, ഒരു ഡയലമ. ദിസ് ഈസ് ലൈഫ്, ദിസ് ഈസ് ഓൾ ഇൻ ഓൾ. ഈവൻ ഒരു വേം ഇൻ ദ സ്റ്റൊമക്ക്, നമ്മുടെ വയറ്റിൽ വേംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, കൃമി കീടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതും കൂടി വിചാരിക്കുന്നത് എന്താണ്? ഐ ആം ബെറ്റർ ഓഫ്, ഐ ആം വെൽ പ്ലേസ്ഡ്, അല്ലേ? അതും കൂടി അതാ വിചാരിക്കുന്നത്. ഐ ആം ഇൻ കംഫർട്ടബിൾ സിറ്റുവേഷൻ. അത് നേരെ മറിച്ച് എന്താണ്? അത് മലമൂത്രത്തിൻ്റെ ഉള്ളിലാണ്, അല്ലേ? വേംസ് മലമൂത്രത്തിൻ്റെ ഇടയിലാണ് അത് ജീവിക്കുന്നത്. ഈവൻ അതും വിചാരിക്കുന്നത് എന്താണ്? ഐ എം വെൽ ഓഫ്, ഐ എം ഇൻ കംഫർട്ടബിൾ കണ്ടീഷൻ. എന്താണ്? നോർമലാണ് വിചാരിക്കുന്നത്. അതേപോലെ നമ്മൾ സ്റ്റൂൾ ഈറ്റിംഗ് പിഗ്, അതെന്താണ് വിചാരിക്കുന്നത്? ഐ എം ഓൾസോ വെരി കംഫർട്ടബിൾ, ഐ എം എൻജോയിങ് ഹിയർ. അങ്ങനെ കൺഫ്യൂസ് ചെയ്യുന്ന എനർജിയാണ് ഇല്യൂഷറി എനർജി. അതിന് നമ്മളുടെ ശരിക്കുള്ള ആ ഒരു സ്റ്റാറ്റസ്, ശരിക്കുള്ള ഒരു കണ്ടീഷനെ നമ്മൾ മറക്കുകയാണ് ചെയ്യുന്നത്. ദിസ് ലൈഫ് ഈസ് നോർമൽ, ദിസ് ഈസ് വാട്ട് ഐ എം എൻജോയിങ്. അതാണ് ആവരണാത്മിക. മറ്റത് പ്രക്ഷേപാത്മിക ശക്തി ഭഗവാൻ തന്നെ. അത് ഇല്യൂഷൻ എനർജി 2 ആസ്പെക്ട്. അപ്പോൾ അതെന്താണ് പറയുന്നത് വെച്ചാൽ, അതായത് ഭഗവാൻ, ഈവൻ നമ്മൾ ഭഗവാനിലേക്ക് അടുക്കാൻ പോയാലും കൂടി മായാശക്തി നമ്മളെ പുറത്തേക്കിടും. ടു ടെസ്റ്റ് അസ്, ടു സീ അസ്, നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എത്രത്തോളം നമുക്ക് ഒരു നിശ്ചയദാർഢ്യമുണ്ട്, ഒരു ഇൻറ്റൻസ് ഡിസയർ ഉണ്ട് ഭഗവാനിലേക്ക് പോകാനുള്ളത്. അപ്പോൾ നമ്മളെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ടൈം ആൻഡ് അഗെയിൻ, വെദർ ദിസ് പേഴ്സൺ ഈസ് റിയലി സിൻസിയർ ടു അറ്റൈൻ ദ ലോട്ടസ് ഫീറ്റ് ഓഫ് ലോർഡ്. ഈ 2 എനർജിയാണ് ഭൗതിക ലോകത്തിൽ നമ്മളെ, അത് ഭഗവാന്റെ എനർജിയാണ്. അപ്പം നമ്മൾ ഈ നോർമൽ കണ്ടീഷനിലാണ് നമ്മളിവിടെ ഈ ഭൗതിക ലോകത്തിൽ എവറിത്തിങ് ഈസ് ഗോയിങ് സ്മൂത്ത്, ഇവിടെ നമുക്ക് ആസ്വദിക്കാം, ദിസ് ഈസ് ഓൾ ദാറ്റ് ബി, ഇതാണ് എല്ലാം എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മളെ കൊണ്ടുവന്നാക്കാണ് ഇല്യൂഷൻ എനർജി. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ സുപ്പീരിയർ എനർജി ആയിട്ടും നമ്മൾ ഭഗവാന്റെ ഇല്യൂഷറി അല്ലെങ്കിൽ
എക്സ്റ്റേണൽ എനർജിയുടെ അധീനത്തിൽ വരുന്നത്. ക്ലിയർ ആയോ? ഈ കുട്ടികള് ഒരു ഉദാഹരണം പറയാറുണ്ട്. കുട്ടികള് അമ്മയെ പ്ലീസ് ചെയ്യാൻ ഈസിയാണ്, അച്ഛനെ പ്ലീസ് ചെയ്യാൻ അത്ര ഈസി അല്ല. അപ്പൊ എന്തെങ്കിലും സാധിക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികൾ ആരെയാണ് അപ്രോച്ച് ചെയ്യുക? ആദ്യം അമ്മ ആക്ച്വലി സുപ്പീരിയർ പൊസിഷനിലാണ് അല്ലേ? അമ്മ സുപ്പീരിയർ പൊസിഷൻ എങ്കിലും കൂടിയിട്ട് അമ്മ കുട്ടികളുടെ അധീനത്തിൽ വരും അല്ലേ? അമ്മ കുട്ടികളുടെ അധീനത്തിൽ എങ്ങനെ വരിക? കുട്ടികൾ മസ്കാ പോളിഷൊക്കെ ചെയ്ത് നല്ലതൊക്കെ പറഞ്ഞ് അമ്മ അവനെ കയ്യിലെടുക്കും. അപ്പോൾ കുട്ടികൾ പറയുന്നത് മുഴുവൻ അമ്മ കേൾക്കും. അച്ഛനെ അത്ര ഈസി ആയിട്ട് വലയിൽ ഇടാൻ പറ്റില്ല. അമ്മ കുറച്ചും കൂടി എമോഷണൽ സെന്റിമെന്റലി അറ്റാച്ച്ഡ് ആണ്. അച്ഛൻ കുറച്ച് ലോജിക്കായിട്ട് ചിന്തിക്കും, പെട്ടെന്ന് അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കില്ല. അതേപോലെ തന്നെ മാർജിനൽ എനർജി, നമ്മൾ സുപ്പീരിയർ എനർജി ആയിട്ട് നമ്മൾ ഈ ഭൗതിക ലോകത്തിലെ എല്യൂഷറി എനർജി അല്ലെങ്കിൽ ഡെലൂഡിങ് പൊട്ടൻഷ്യയുടെ കീഴിൽ വരേണ്ടി വരുന്നത്. ഭഗവാന്റെ ശക്തിയാണത്, ഭഗവാന്റെ ശക്തി തന്നെയാണ്. പക്ഷെ നമ്മളെ ഡെലൂഡ് ചെയ്യാണ് വെച്ചാൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്നു. ഈ രണ്ട് ആസ്പെക്റ്റും ഉണ്ട്. Those who are thus bewildered are attracted by demonic and atheistic views. അങ്ങനെ കൺഫ്യൂസ് ആവുമ്പോൾ ഡെലൂഡിങ് എനർജി നമ്മുടെ മീതെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും എവറിത്തിങ് ഈസ് നോർമൽ. എന്തിനു ഭഗവാൻ? ഞാൻ തന്നെ, മാതാജി പറഞ്ഞ പോലെ ഞാൻ തന്നെ ബോസ്, എനിക്ക് വേറൊരു ബോസിന്റെ ആവശ്യം എന്താ? എൻ്റെ കൺട്രോളിലെല്ലാം നടക്കുന്നത്, ഞാൻ പറഞ്ഞ പോലെ എല്ലാം സംഭവിക്കണം. ഒരു ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ, ഞാൻ മാനേജർ ആണെങ്കിൽ ഞാൻ പറഞ്ഞേ നടക്കുള്ളൂ, മൈ വേ ഓർ ഹൈവേ. അതേപോലെ ഇപ്പൊ എല്ലാം എൻ്റെ, അങ്ങനത്തെ ഒരു മെന്റാലിറ്റി വരാണ്. അപ്പോൾ ശരിക്കും നമ്മളുടെ അതോറിറ്റിയും കൂടി നമ്മൾ ചിലപ്പോൾ മറന്നു കളയുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. Demonic and atheistic, in that deluded condition, their hopes for liberation, their fruity activities and their culture of knowledge are there. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിൽ നമുക്ക് ഭഗവത്ഗീത അല്ല വേദങ്ങൾ ഓതി കൊടുത്താലും ശരി അല്ലേ? ചൊല്ലുണ്ട്, പോത്തിന്റെ ചെവിയിൽ വേദങ്ങൾ ഓതിയിട്ട് എന്താ കാര്യം? അതേപോലെ ഇപ്പൊ ഒന്നും കയറില്ല. കാരണം ഞാൻ തന്നെയാണ് എല്ലാം എന്നുള്ള ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഞാൻ ലീഡുന്ന ഒരു നോർമൽ ലൈഫാണ്, ദിസ് ഈസ് ഓൾ ഇൻ ഓൾ. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഒരു വിധത്തിലും ഈ ഭൗതിക ലോകത്ത് നിന്ന് കരകയറാൻ പറ്റില്ല, മുക്തി കിട്ടാൻ പറ്റില്ല. അപ്പോൾ അതിൽ നമ്മുടെ ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ്, ലിബറേഷൻ ആൻഡ് ജ്ഞാനം, എല്ലാ കാര്യത്തിലും നമുക്ക് തോൽവി അനുഭവിക്കേണ്ടി വരും, സമ്മതിക്കേണ്ടി വരും. So there are many devotees who assume themselves to be in Krishna consciousness and devotional service, but at heart do not accept the supreme personality of God at Krishna. ഒരുപാട് പ്രാക്ടീസിങ് ഡിവോട്ടീസ് ഉണ്ട്, ഓക്കെ, അവരെല്ലാം ഭക്തിയുത സേവനം ചെയ്യുന്നുണ്ട്, പക്ഷെ ഭഗവാനെ അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല, ബിക്കോസ് ഓഫ് ദ ഡെലൂഡിങ് എനർജി. For them, the fruit of devotional service going back to Godhead will never be tasted. ഒരിക്കലും തിരിച്ച് ഭഗവദ്ധാമിലേക്ക് പോകാൻ പറ്റില്ല. Similarly, those who are engaged in fruitive pious activities and who are ultimately hoping to be liberated from this material entanglement will never be successful, either because they deride the supreme personality of Godhead. അവർക്ക് അവർ അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ, അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ലൈഫും കിട്ടില്ല. കാരണം ഭഗവാനെ അവർ ഡിറൈഡ് ചെയ്യുന്നു, ഭഗവാനെ അവർ ഡിറൈഡ് ചെയ്യുന്നു. In other words, person who mock Krishna are to be understood to be demonic or atheistic. അങ്ങനെ പല ആൾക്കാരുണ്ട്, ഭക്തി പ്രാക്ടീസ് ചെയ്തിട്ടും കൃഷ്ണനെ അവർ തള്ളി പറയും, ഭഗവത്ഗീത വായിച്ചിട്ടും കൃഷ്ണനെ അവർ മാറ്റിവെക്കും സൈഡിലേക്ക്. കൃഷ്ണനല്ല, ആ കൃഷ്ണന്റെ ഉള്ളിലുള്ള ശക്തിയാണത് എന്ന് പറയുന്ന എത്രയോ ആൾക്കാർ. അപ്പൊ അവിടെ അവര് ശക്തി കൊടുക്കും. കൃഷ്ണ ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, ഭഗവാനെ വളരെ കൺവീനിയന്റ്ലി അവർ മാറ്റിവെക്കും. അങ്ങനത്തെ ആൾക്കാരുടെ കാര്യം പറയുന്നത്.
So, as described in the 7th chapter of Bhagavad Gita, such demonic miscreants never surrender to Krishna. 7th chapter എന്താണ് പറയുന്നത്? 4 തരത്തിലുള്ള ആൾക്കാര് എന്നെ സറണ്ടർ ചെയ്യും, സമീപിക്കും. 4 തരത്തിലുള്ള ആൾക്കാരെ എന്നെ സമീപിക്കില്ല. ആരൊക്കെയാണത്? നമാം ദുഷ്കൃതം മൂഢ പ്രപദ്യന്തേ നരാധമ മായ പ്രഹൃതജ്ഞാന ആസുരം ഭാവം ആശ്രിതം. ഓക്കെ, ഈ 4 തരത്തിലുള്ള ആൾക്കാർ ഭഗവാനെ ഒരിക്കലും സമീപിക്കില്ല. ആരൊക്കെ? നമാം ദുഷ്കൃതം മൂഢ, ഫൂൾസ്. പ്രപദ്യന്തേ നരാധമ, അവർക്കും കിട്ടില്ല. നരാധമന്മാർക്കും കിട്ടില്ല. ആരാ നരാധമൻ? ലോവസ്റ്റ് ഓഫ് ദ മാൻ കൈൻഡ്. പിന്നെ പ്രപദ്യന്തേ നരാധമ മായ അപഹൃത ജ്ഞാനം, മായ കൊണ്ട് അവരുടെ ജ്ഞാനത്തെ അപഹരിച്ചു. മായാദേവി അവരുടെ ജ്ഞാനത്തെ അപഹരിച്ചിരിക്കുന്നു. അവർക്കും. ആൻഡ് ആസുരം ഭാവമാശ, ആസുരമായിട്ടുള്ള ഭാവമുള്ള, ആസുരിക് മെന്റാലിറ്റിയുള്ള ആൾക്കാർക്ക്. ഈ 4 പേർക്ക് ഭഗവാനെ സറണ്ടർ ചെയ്യാനോ ഭഗവാനെ സമീപിക്കാനോ പറ്റില്ല. 4 പേർക്ക് പറ്റും. ആരാണ് 4 പേർക്ക് പറ്റുന്നത്? ചതുർവിധ ഭജന്തേ മാം. സിമി അതിൽ മ്യൂട്ടാണ്. ജിജ്ഞാസു, പിന്നെ മെറ്റീരിയൽ ഡിസയർ ഉള്ള ആളുകള്, അർത്ഥാർത്ഥി, ജിജ്ഞാസു, ജിജ്ഞാസു, ജ്ഞാനി. യാ. ഓക്കെ, എന്താണ് ശ്ലോകം? ചതുർവിധ ഭജന്തേ മാം ജനാസുകൃതിനോ അർജുന അർത്ഥോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനിച്ച ഭരതർഷഭ. ഓക്കെ, 4 പേര് ആർത്ഥോ, അർത്ഥാർത്ഥി, ജ്ഞാനി, ജിജ്ഞാസു. എന്താണ് ആർത്ഥോ പറഞ്ഞാൽ? ഡിസ്ട്രസ്ഡ്. അർത്ഥാർത്ഥി പറഞ്ഞാൽ ധനം ആഗ്രഹിക്കുന്ന ആൾക്കാർ, എക്കണോമിക് ഡെവലപ്മെന്റ്. ജ്ഞാനി, ജ്ഞാനമുള്ള ആൾക്കാർ. ജിജ്ഞാസു, ഇൻക്വിസിറ്റീവ്. ഈ 4 ആൾക്കാരാണ് എന്നെ സമീപിക്കുന്നതെന്ന് പറയുന്നത്, അല്ലേ? സോ therefore their mental speculations to arrive at the absolute truth bring them to the false conclusion that the ordinary living entity and Krishna are one and the same. പല ആൾക്കാരും എന്താണ് പറയുന്നത്? ഞാൻ അവസാനം ഭഗവാനായിട്ട് മാറും, ഞാനും ഭഗവാനും ഒന്നാണ്. ഞാൻ റിയലൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഡിസ്റ്റൻസ് ഇപ്പോഴും ഫീൽ ചെയ്യുന്നത്. Once I realize, I become Narayan. So you are Narayan, I am Narayan, everybody is Narayan. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു മരത്തിനെ അല്ലെങ്കിൽ ഒരു മൃഗത്തിനെ അല്ലെങ്കിൽ വേറെ വല്ല ജീവികളെ നമുക്ക് നാരായണനായിട്ട് ഉപാസിക്കാലോ. എന്താ ചെയ്യാത്തത്? എല്ലാം നാരായണനാണെങ്കിൽ why we discriminate? ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഭഗവാൻ തൂണിലുണ്ട്, തുരുമ്പിലുണ്ട്, അർച്ചവിഗ്രഹത്തിലുണ്ട്, ഇല്ലേ? അതോ എന്താണ്? എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും ഉണ്ട്. ഞാൻ പറഞ്ഞത് ശരിയാണോ? അതെ. ആരും ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? ഭഗവാൻ തൂണിലുണ്ട്, തുരുമ്പിലുണ്ട്, അർച്ചവിഗ്രഹത്തിലുണ്ട്, നിങ്ങളുടെ സോഫയിലുണ്ട്, നിങ്ങളുടെ കബോർഡിലുണ്ട്, എല്ലാ ദിക്കിലുണ്ട്. എന്താണ് തെറ്റ്? ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ എന്താണ് തെറ്റ്? ഭഗവാന്റെ ശക്തി രൂപത്തില് എല്ലായിടത്തും ഡയറക്റ്റ് ഉണ്ടാവണമെന്നില്ല. ഭഗവാൻ എല്ലാറ്റിലും ഇല്ലേ? എല്ലാവിടെയും ഉണ്ട്. ഭഗവാൻ പരമാത്മായിട്ടുണ്ട്, അല്ലേ? മതഃ പരതരം ന അന്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ മയി സർവമിതം ഭോക്തം സൂത്രേ മണികണം. ഞാനല്ലാണ്ട് വേറെ സത്യമില്ല. ഞാനാണ് എല്ലാറ്റിലും നിറഞ്ഞിരുന്നത്. അനിമേറ്റും ഇൻഅനിമേറ്റും എല്ലാറ്റിലും ഞാനുണ്ട്. സോഫയിലെ ഓരോ കണത്തിലുണ്ട്, ടേബിളിലെ ഓരോ കണത്തിലുണ്ട്, ഈ ഭൂമിയിലെ ഓരോ
സാൻഡ് ഗ്രെയിനിലും ഓരോ കണത്തിലുണ്ട്. ഏതെടുത്താലും ഭഗവാനുണ്ട്. തൂണിലും തുരുമ്പിലും സോഫയിലും കസേരയിലും അർച്ചവിഗ്രഹത്തിലും എല്ലാം ഭഗവാൻ. പക്ഷെ തൂണ് ഭഗവാനാണോ? കല്ല് ഭഗവാനാണോ? കസേര ഭഗവാനാണോ? അല്ല. അർച്ചവിഗ്രഹം ഭഗവാനാണോ? ഭഗവാൻ. ഏ ആണോ? പ്രഭുജി, ഓരോ ആറ്റത്തിന്റെ ഉള്ളിലും ഭഗവാനുണ്ട്. അർച്ചവിഗ്രഹൻ ഭഗവാനാണ്. അപ്പൊ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് സബ്ജക്ട് ടു കറക്ഷൻ ആണ്. അർച്ചവിഗ്രഹത്തിന് ഉണ്ടെന്നല്ല, അർച്ചവിഗ്രഹം ഈസ് ഭഗവാൻ. തൂണില് ഭഗവാനുണ്ട് സാന്നിധ്യം, തുരുമ്പില് ഭഗവാന്റെ സാന്നിധ്യം ഉണ്ട്, ടേബിളില് ഭഗവാന്റെ സാന്നിധ്യം പരമാത്മാവില്. പക്ഷെ ദേ ആർ നോട്ട് ഭഗവാൻ. അതുകൊണ്ട് നമുക്ക് ടേബിളിനെ, മേശയെ, അല്ലെങ്കിൽ കസേരയെ, അല്ലെങ്കിൽ തൂണിനെ നമുക്ക് ഭഗവാനായിട്ട്, അല്ലെങ്കിൽ ഒരു മൃഗത്തിനെ ഭഗവാനായിട്ട് ഉപാസിക്കാൻ പറ്റില്ല. പക്ഷെ അർച്ചവിഗ്രഹം ഭഗവാൻ ആണ്. ദർസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ അർച്ചവിഗ്രഹം ആൻഡ് ദ സുപ്രീം ലോർഡ്. അപ്പൊ ഈ വ്യത്യാസം, അങ്ങനെ എല്ലാം ഭഗവാനാണെങ്കിൽ നമുക്ക് ആരെയും പ്രാർത്ഥിക്കാം ഭഗവാനാണെന്ന് സങ്കല്പിച്ചത്. അല്ല, ഭഗവാന്റെ എനർജി ഉണ്ട്, ഭഗവാന്റെ പരമാത്മാവ് ആസ്പെക്ട് ഉണ്ട്. പക്ഷെ ദ പില്ലർ ഈസ് നോട്ട് ഭഗവാൻ, ദ അയൺ റോഡ് ഈസ് നോട്ട് ഭഗവാൻ, ദ ടേബിൾ ഈസ് നോട്ട് ഭഗവാൻ, ഓക്കെ, ദ അനിമൽ ഈസ് നോട്ട് ഭഗവാൻ. പക്ഷെ അർച്ചവിഗ്രഹം ഇസ് ഡിഫറെന്റ്. അത് ഭഗവാൻ തന്നെയാണ്. നമ്മൾക്ക് കാണാൻ പറ്റാത്തത് കൊണ്ട്, ദിവ്യസ്വരൂപം കാണാൻ പറ്റാത്തത് കൊണ്ട് ഭഗവാൻ മെറ്റീരിയൽ ഫോമിൽ നമുക്ക് ദർശനം തരുന്നു മാത്രം. ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ അർച്ചവിഗ്രഹ ആൻഡ് ദ ഭഗവാൻ. അപ്പൊ ഭഗവാനിൽ ഉണ്ടെന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റ. അർച്ചവിഗ്രഹത്തിൽ ഭഗവാൻ ഉണ്ടെന്ന് പറഞ്ഞ് തന്നെ ഭഗവാൻ, അർച്ചവിഗ്രഹ ഈസ് ഭഗവാൻ, നോട്ട് ദാറ്റ് ഭഗവാൻ ഈസ് ഇൻ അർച്ചവിഗ്രഹ. അല്ലേ? അപ്പോ പല ആൾക്കാരും വിചാരിക്കുന്നത് എന്താണ്? ഫാൾസ് കൺക്ലൂഷൻ ദാറ്റ് ദ ഓർഡിനറി ലിവിംഗ് എനർജി ആൻഡ് കൃഷ്ണ ആർ വൺ ആൻഡ് ദ സെയിം. നമ്മൾ പല ആൾക്കാരും അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. സാധാരണ എല്ലാവരും ഭഗവാനാണ്. ഭഗവാന്റെ ശക്തി, ഭഗവാന്റെ പ്രസൻസ് എല്ലാവരിലും, അതില്ലാണ്ട് ഒന്നുമില്ല. പക്ഷെ എല്ലാം ഭഗവാനല്ല. ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസലാണ്, ഭഗവാന്റെ എനർജിയാണ്. ഇത് മനസ്സിലാക്കുന്നില്ല. എല്ലാം ഭഗവാനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തിനും പ്രാർത്ഥിക്കാം. എല്ലാവരിലും ഭഗവാനെ കാണണം, ഭഗവാന്റെ പ്രസൻസ് കാണണം. ദർസ് നോ ഡൗട്ട്. ഭഗവാൻ അല്ലാണ്ട് സർവം കൽവിതം ബ്രഹ്മൻ, അല്ലെ? എല്ലാ ഒരു കണക്കിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തില് ഭഗവാന്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് സർവം കൽവിതം ബ്രഹ്മൻ എന്ന് പറയുന്നത്. പക്ഷെ എല്ലാം ഭഗവാനാണോ വെച്ചാൽ അല്ല. ഇന്ന് എല്ലാറ്റിലും ഭഗവാനുണ്ടോ? ഉണ്ട്. അപ്പൊ ഈ തത്വം മനസ്സിലാക്കിയേ വേണ്ടു. അപ്പൊ എല്ലാം ഭഗവാനാണ്. ഭഗവാനും മറ്റുള്ള ഭൗതിക വസ്തുക്കളും തമ്മിൽ യാതൊരു അന്തരമില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാം ഭഗവാനായിട്ട് കാണണം എന്ന് പറഞ്ഞാൽ അത് റോങ് കൺസെപ്ഷനാണ്. യെസ്, ഭഗവാന്റെ ശക്തിയാണ്, ഭഗവാന്റെ പരമാത്മ ആസ്പെക്ട് എല്ലാ ദിക്കിലും ഉണ്ട്, പ്രസൻസ് ആണ്, ഓരോ അറ്റമിലും ഉണ്ട്. പക്ഷെ ഭഗവാനായിട്ട് നമുക്ക് ഉപാസിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലുണ്ട് പരമാത്മാവായിട്ട്. അപ്പൊ അതേപോലെ ആ പരമാത്മാവ് അവിടെ അമ്പലത്തിലുണ്ട് ഭഗവത് സ്വരൂപമായിട്ട്, അർച്ചവിഗ്രഹമായിട്ട്. So with such a false conviction, they think that the body of any human being is now simply covered by material nature, and that as soon as one is liberated from this material body, there is no difference between God and himself. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് റിയലൈസേഷൻ വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ഫ്രം കൃഷ്ണ. വൺസ് ഐ റിയലൈസ്, ഐ ബിക്കം വൺ വിത്ത് കൃഷ്ണ. ഐ എം കൃഷ്ണ. സോ ദിസ് എ മിസ്കൺസെപ്ഷൻ. അപ്പോൾ ഞാനും ഭഗവാനും തമ്മിൽ യാതൊരു അന്തരവും ഇല്ല. അപ്പോൾ ഭഗവാനെ തന്നെ ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഈ ഭൗതിക ലോകത്തിലിട്ടിട്ടല്ലേ? ആ ചെയ്യോ? നമ്മളെപ്പോലുള്ള ആൾക്കാരെ ഭൗതിക ലോകത്തിലിട്ടിട്ട് ഭഗവാൻ തന്നെ ശിക്ഷിക്കുകയാണ്. അതെന്തൊരു ലോജിക്കാണ് അതിൻ്റെ ഉള്ളിൽ.
So this attempt to become one with Krishna will be baffled because of a delusion. ഇതാണ് delusion. So മായാശക്തി നമ്മളെ ഡെല്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, കൺഫ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ തോന്നുന്നത് എവറിത്തിങ് ഇസ് നോർമൽ, ഐ എം ലീഡിങ് എ നോർമൽ ലൈഫ്. അതുതന്നെയാണ് നമ്മുടെ ഉദരത്തിലുള്ള കൃമികീടങ്ങളും ചിന്തിക്കുന്നത്, പിന്നെ മറ്റ് മൃഗങ്ങളുടെയും മനുഷ്യരുടെയും സ്റ്റൂൾ കഴിക്കുന്ന പിഗും ചിന്തിക്കുന്നത്. അതേപോലെ നമ്മളും ചിന്തിക്കുന്നു. എന്തായാലും വ്യത്യാസം. So such atheistic and demonic cultivation of spiritual knowledge is always futile. That is the indication of this verse. For such persons, cultivation of the knowledge in the Vedic literature, like the Vedanta Sutra and the Upanishads, is always baffled. അങ്ങനത്തെ ആൾക്കാർക്ക് വേദാന്ത സൂത്രത്തിൽ നിന്നും ഉപനിഷത്തിൽ നിന്നും വായിച്ചാൽ മനസ്സിലാക്കുന്ന ഓരോ കാര്യങ്ങളും അവരെ ടോട്ടലി ബാഫിൾ ചെയ്യും. അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല ഇൻ ദ റൈറ്റ് പെർസ്പെക്റ്റീവ്. ദാറ്റ്സ് വൈ വി നീഡ് ആചാര്യ, വി നീഡ് എ ഗുരു, വി നീഡ് എ സീനിയർ ഡിവോട്ടി ടു എക്സ്പ്ലെയിൻ എവറിഥിങ്. നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള റൈറ്റ് പെർസ്പെക്റ്റീവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത്രയൊക്കെ പർപ്പോട്ട് ക്ലിയർ ആയിട്ട് പ്രഭുപാദ നമുക്ക് തന്നിട്ടും കൺഫ്യൂഷനാണ്. ആലോചിച്ച് നോക്കൂ, ഈ പർപ്പോട്ടിനെ നമുക്ക് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമാണ് വരുന്നത്. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് ഒഫൻസ് therefore to consider Krishna the supreme personality of Godhead to be an ordinary man. ഭഗവാനും ഒരു മനുഷ്യരൂപത്തിൽ വരുമ്പോൾ നമ്മൾ ഭഗവാനെ ഒരു സാധാരണ മനുഷ്യനായിട്ട്, നമ്മൾ ഒരുവനായിട്ട് കാണുന്നത് വലിയൊരു അപരാധമാണ്. Those who do so are certainly deluded because they cannot understand the eternal form of Krishna. The Brihad Vishnu Smriti clearly states, Yo veti bhautikam deham Krishnasya Paramatmanah sa sarvasmat bahiskarya shrauta smartha vidhanata mukham tasyavalokyaapi sachelam snanam acharet. One who considers the body of Krishna to be material should be driven out from all rituals and activities of the Shruti and the Smriti. ഏതാണ് ദ ബൃഹത് വിഷ്ണു സ്മൃതി എന്ന് എടുത്തിരിക്കുന്നതാണ്. അത് ഭഗവാന്റെ ശരീരം ഭൗതിക വസ്തുക്കളെ കൊണ്ട്, ഭൗതിക ധാതുക്കളെ കൊണ്ട് നമ്മുടെ ശരീരത്തെ പോലെ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് കരുതുന്ന It should be driven out from all rituals and activities of Shruti and Smriti. അവരെ അടുത്തും കൂടി കൊണ്ടുവരാൻ പാടില്ല. And if one by chance sees his face, one should at once take bath the Ganges to rid himself of infection. അങ്ങനത്തെ ആൾക്കാരെ കാണുകയാണെങ്കിൽ ഉടനെ പോയിട്ട് ഗംഗയിൽ പോയിട്ട് നമ്മള് കുളിക്കണം എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ നമുക്ക് ഇൻഫെക്ഷൻ വരില്ലെങ്കിൽ. People jeer at Krishna because they are envious of the Supreme Personality of God. They are envious. നമ്മളോട് ചോദിച്ചാലും നമുക്കും ഭഗവാനോട് envy ഇല്ല എന്ന് പറയും. പക്ഷേ in a certain level നമുക്കൊക്കെ certain degree of envious nature ഉണ്ട്. Their destiny is certainly to take birth after birth in the species of atheistic and demonic life. Perpetually their real knowledge will remain under delusion, and gradually they will regress to the darkest region of creation. അങ്ങനെ ആ തരത്തിലുള്ള ആൾക്കാർ they are subjected for reincarnating again and again, undergo janma mrityu jara vyadhi, and they gradually regress to the darkest region of creation. എവിടെയാണ് darkest region? Where is the darkest region of the creation? hellish planets. Hellish planet is for punishment. Hellish planet is for punishment. Yes, it is also darkest region, no doubt. Lower planetary systems. അല്ലെ, 3 തലാണ്, അപ്പർ, മിഡിൽ, ലോവർ.
എന്താണ് ലോവർ പ്ലാനറ്ററി സിസ്റ്റത്തിന്റെ പ്രശ്നം? ചില ലോവർ പ്ലാനറ്ററി സിസ്റ്റം the enjoyment is much more than the enjoyment that is there in the heavenly planets. Okay, fifth canto വായിക്കുമ്പോൾ മനസ്സിലാവും. പറയുന്നുണ്ട് അതായത് ആഫ്റ്റർ വിസിറ്റിംഗ് ദ ലോവർ റീജിയൻ നെഥർ വേൾഡ് പറയുന്നുണ്ട് the enjoyment there in the nether world is much higher than that is there in the heavenly planets. എന്താണ് പ്രശ്നം അവിടെ? ആഫ്റ്റർ ഓൾ വി വാണ്ട് ടു എൻജോയ്. അവിടത്തേക്കാളും സ്വർഗത്തിലേക്കാളും എൻജോയ്മെന്റ് ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ വാട്ട്സ് റോങ് ഇൻ ഗോയിങ് ദർ? വാട്ട് ഈസ് റോങ്? വൈ ഇറ്റ്സ് കോൾഡ് ഡാർക്കസ്റ്റ് റീജിയൻ ദെൻ ഇഫ് യു ആർ വെരി ഓപ്പുലന്റ്ലി സ്റ്റേയിങ് ദർ? എന്താണ് പ്രശ്നം? അറിയാണ്ട് അത് നോർമൽ ലൈഫാന്ന് പറഞ്ഞിരിക്കുന്നോണ്ടാണോ പ്രഭുജി? ഓക്കെ, അത് ഒരു കാര്യം. അതിപ്പോ നമ്മുടെ മെറ്റീരിയൽ വേൾഡ്, നമ്മുടെ ഭൂമിയിലും നമ്മളൊക്കെ അങ്ങനെയാണ്. ദിസ് എവറിത്തിങ് ഇസ് നോർമൽ. വാട്ട്സ് റോങ് ഇൻ ദാറ്റ്? ഭഗവാന്റെ മായാശക്തിയുടെ അധീനത്തിൽ വരുന്ന എല്ലാം അതേപോലെ എല്ലാവരും ചിന്തിക്കുന്ന അങ്ങനെയാണ്. അത് ഏത് തലത്തിലായാലും ശരി. ഡിഗ്രി മേ വേരി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ, situation to situation, but everything is under Maya, or everybody is under deluding energy of the Supreme Lord. I'll read once again. Their destiny is certainly to take birth after birth in the species of atheistic and demonic life, perpetually പറഞ്ഞാൽ for eternity. Their real knowledge will remain under delusion, and gradually they will regress to the darkest region of creation. അപ്പോൾ അങ്ങനെ ഈ എത്തിസ്റ്റിക് മെന്റാലിറ്റിയും ഡെമോണിക് ലൈഫും ജീവിച്ച് അവരെവിടേക്ക് പോകും? ദ ഡാർക്കസ്റ്റ് റീജിയൻ, ദ ലോവർ പ്ലാനറ്ററി സിസ്റ്റം. സോ ഞാൻ പറയുന്ന ചോദ്യം അതാണ്. അവിടെ ദർ ആർ സർട്ടൻ, അവിടെ ഒന്നും സൂര്യ വെളിച്ചം എത്തില്ല, സൂര്യന്റെ വെളിച്ചം അവിടേക്ക് കിട്ടില്ല. ബട്ട് സ്റ്റിൽ ദ എൻജോയ്. അവർക്ക് എവിടെ നിന്നാണ് വെളിച്ചം കിട്ടുന്നത്? എവിടെ നിന്നാണ് വെളിച്ചം കിട്ടുന്നത്? സൂര്യ വെളിച്ചം അവിടെ കിട്ടുന്നില്ല, പിന്നെ എവിടെ നിന്നാണ് വെളിച്ചം കിട്ടുന്നത്? ഹൗ ദേ വിൽ ലിവ് വിതൗട്ട് ലൈറ്റ് ആൻഡ് ഹീറ്റ്? ഇങ്ങനെ നാഗലോകങ്ങളെ കണ്ടോ? അതല വിതല സുതല തലാതല മഹാതല രസാതല പാതാള. എനിക്ക് തോന്നുന്നു മഹാതലത്തിലാണ് ഈ നാഗങ്ങളൊക്കെ, നാഗലോകമൊക്കെ. അപ്പൊ അവരുടെ തലയില് മണികളുണ്ട്. സെൽഫ് എഫൾജന്റ് ആണ്. സൂര്യപ്രകാശത്തിന്റെ ആവശ്യമില്ല. അത് സെൽഫ് എഫൾജന്റ് ആണ് ആ മണികള്. അപ്പൊ അതിന്നാണ് ലൈറ്റും ഇതൊക്കെ സ്പ്രെഡ് ആവുന്നത്. സോ ദേ ഡോണ്ട് നീഡ് സൂര്യപ്രകാശം. ആൻഡ് അവിടുത്തെ പട്ടണങ്ങളും വീഥികളും ഗാർഡൻസും മഹൽസും കൊട്ടാരങ്ങളും, പിന്നെ അവിടുത്തെ സെൻസ് എൻജോയ്മെന്റ് കണ്ടാൽ വിവരിക്കുന്നുണ്ട്. ഫിഫ്ത് കാൻഡിൽ വിവരിക്കുന്നുണ്ട്. ഇന്ദ്രന്റെ സ്വർഗലോകത്തിനും കൂടി ഇല്ല അത്ര. എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ, വൈ ഇറ്റ് ഈസ് ഡാർക്കസ്റ്റ് റീജിയൻ? ദ മോർ യു ഗോ ഡൗൺവേർഡ്, the more you are going away from Krishna. That is it. That's why it is darkest. And for example, നമ്മുടെ ലക്ഷ്യം, say let's see, reaching Abu Dhabi. That is my goal. Abu Dhabi is my goal. Okay. ഞാൻ അബുദാബിക്ക് അടുക്കും തോറും എന്താണ്, I am trying to reach my destination goal. ഞാൻ അകന്നു പോകും തോറും എന്താവണം? അബുദാബിയുടെ ഡയറക്ഷനിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. വെൽ ആൻഡ് ഗുഡ്. ഞാൻ അബുദാബിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത് വെച്ചാൽ ഐ എം ഗോയിങ് അവേ ഫ്രം മൈ
ഗോൾ. എന്റെ ലക്ഷ്യം ഭഗവാനിലേക്ക് പോവാന്നുള്ളതാണ്. അതിന് ഡിവോഷണൽ സർവീസ് ചെയ്തിട്ട് വൈകുണ്ഠത്തിലേക്ക് പോകാനുള്ള ആ ഇതിലാണ് നമ്മളൊക്കെ. പക്ഷേ ഈ ഡെമോണിക് എത്തിസ്റ്റിക് മെന്റാലിറ്റി ഉള്ള ആൾക്കാരെ ഡിവോഷണൽ സർവീസ് ചെയ്യുന്നില്ല. ഓൺ ദ കോൺട്രി ദേ ആർ ഗോയിങ് അവേ ഫ്രം ദ ഫൈനൽ അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ. സോ ദേ ആർ ഗോയിങ് അവേ ഫ്രം കൃഷ്ണ. That's why they are going to the darkest region of creation, where they may have to billions and trillions and zillions of births. And again, അതാണ് perpetually ഇവിടെ എഴുതിയിരിക്കുന്നത്. If they continue this, they keep going opposite direction perpetually. അതുകൊണ്ടാണ് ഇവിടെ darkest region of creation, not from the enjoyment point of view, but the real destination, their goal of life cannot be achieved for such people. Perpetually they will have to undergo the birth cycle. Is it clear? Okay, so is there any questions or comments in this? പ്രഭുജി, അപ്പൊ ഈ ഹെല്ലിഷ് പ്ലാനറ്റ്സിനെ നമുക്ക് ഡാർക്കസ്റ്റ് റീജിയൻ എന്ന് പറയാൻ അത് പറ്റും? ഡാർക്കസ്റ്റ് റീജിയൻ. അവിടെ ആഫ്റ്റർ നമ്മളുടെ ഈ ശരീരം വിട്ട് നമുക്ക് ഒരു പണിഷ്മെന്റ് ഒക്കെ ഉണ്ട്, ഒരു ജഡ്ജ്മെന്റ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിലേക്ക് ഹെല്ലിഷ് പ്ലാനറ്റ്സിൽ കൊണ്ടുവന്നു, പണിഷ് ചെയ്യുന്നു. അടുത്ത ശരീരം കിട്ടുന്നവരെ നമ്മുടെ പിതൃലോകത്ത് കിട്ടുന്നു. പിന്നെ അവിടുന്ന് നമുക്ക് പുതിയ ശരീരം കിട്ടുന്നു. നമ്മളുടെ കർമ്മത്തിന്റെയും ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വേറെ ലോകമോ വേറെ യൂണിവേഴ്സോ വേറെ സ്വരൂപം ശരീരം കിട്ടുന്നു. അങ്ങനെ ഈ ചക്രം തുടർന്നുകൊണ്ടേയിരിക്കുന്നു പെർപെച്വലി. നമ്മള് ഭഗവത് സേവനം ചെയ്യാൻ തുടങ്ങിയാൽ, നമ്മൾ പാപകർമ്മങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിന്നാൽ, നമ്മൾ ഭഗവത് നാമം ഉച്ചരിക്കാൻ തുടങ്ങിയാൽ, വൈഷ്ണവ ഇതനുസരിച്ചിട്ട് വിഷ്ണു ആരാധന തുടങ്ങിയാൽ, ബാക്കി പാപകർമ്മങ്ങളിൽ നിന്നും മാറി നിന്നാൽ, എന്താണ് ഭഗവാൻ പറയുന്നത്? അജാമിളുടെ കേസിൽ ധർമ്മരാജാവ് പറയുന്നുണ്ട്, അതായത് യമദൂതന്മാരോട്, യമരാജാവ് യമദൂതന്മാരോട് പറയുന്നത്, ആരുടെ ജിഹ്വയിലാണോ ഭഗവാന്റെ നാമം ഉള്ളത്, ആരുടെ ഖണ്ഡത്തിലാണോ കണ്ടിയുള്ളത്, ആരുടെ നെറ്റിയിലാണോ തിലകുള്ളത്, ആരാണോ വൈഷ്ണവന്മാരെ സദാ സേവിക്കുന്നത്, അവരുടെ അടുത്തൊന്നും നിങ്ങളുടെ ജുറിസ്ഡിക്ഷൻ ഇല്ല. ഇറ്റ് ഈസ് നോട്ട് യുവർ ഏരിയ, ഇറ്റ് ഈസ് നോട്ട് യുവർ ജുറിസ്ഡിക്ഷൻ. ഡോണ്ട് ഗോ ദർ. വി മേ നോട്ട് ബി പെർഫെക്റ്റ്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് നോട്ട് യുവർ ഏരിയ. ആരാണോ നാമം ചോദിക്കുന്നത്, ഭഗവാന്റെ നാമം ജപിക്കുന്നത്, don't go to such a person. Don't do that mistake again. യമരാജ വാണിംഗ് ചെയ്യാണ് യമദൂതന്മാരോട്. കാരണം വെച്ചാൽ വിഷ്ണുദൂതന്മാരും യമദൂതന്മാരും തമ്മിലുള്ള ഒരു ആർഗ്യുമെന്റില് യമദൂതന്മാര് ആകെ അന്താളിച്ചിരുന്നു. ആരാണ് ഇവര്? ഷൈനിങ് പേഴ്സണാലിറ്റി, എഫൾജന്റ് പേഴ്സണാലിറ്റീസ്. ദേ ആർ സ്പീക്കിംഗ് സോ നൈസ്ലി. അപ്പൊ ആരാണ്? അപ്പൊ അവര് വിചാരിച്ചിരുന്നത് യമരാജാവാണ് ഓൾ ഇൻ ഓൾ. there is nobody above him. ഞങ്ങളോട് തർക്കിച്ച് ഞങ്ങളെ തോൽപ്പിച്ച് പറഞ്ഞു വെച്ചു. ഞങ്ങൾക്ക് ആകെ വിഷമായി. അപ്പോഴാണ് പറയുന്നത്, ഇതാണ് സംഗതി, ഞാനല്ല ടോപ്പ് മോസ്റ്റ്, എന്റെ മീതിയുണ്ട് ആള്, ആണ് നാരായണൻ. അതുകൊണ്ട് ആ നാരായണന്റെ ഡിവോട്ടീസിനെ തൊട്ടു പോകരുത് ഇനി മുതൽക്ക്. അപ്പോ നമുക്ക് ചെറിയൊരു ഹോപ്പ് ഉണ്ട്. ഈവൻ ഇഫ് വി ഹാവ് ടു കം ബാക്ക് അഗൈൻ ടു ദിസ് മെറ്റീരിയൽ വേൾഡ്, at least hellish planet bypass ചെയ്യാൻ പറ്റും ഡിവോട്ടീസിന്. You can bypass, because Yamadutas will never come to those who are chanting the holy name of the Lord. അതുകൊണ്ടാണ് അജാമിളെ രക്ഷിച്ചത്. എന്നാണ് അജാമിളെ രക്ഷിച്ചത്? നാരായണ നാരായണ നാരായണ. അന്ധകാലേച്ച മാമേവ സ്മരൺ മുക്ത്വാ കലൈവരം യത് പ്രയാതസി മദ്ഭാവം യാതി നാസ്യത്ര സംശയ യം യം വാപി സ്മരൺ ഭാവം ത്യജദന്തേ കലൈവരം യാതി നാസ്യ. എന്തായത്?
അന്തേ കലൈവരം തം തം പഠിക്കണേ. ഏവൈതി ആ തം തം കൗന്ദേയ ഏവൈതി കൗന്ദയ സദാ സദാ തദ്ഭാവ തദ്ഭാവിത ഭാവിത. അല്ലേ? അപ്പോ എന്താണ് നമ്മള് ആ ദേഹം വെടിയുന്ന സമയത്ത് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, ഏത് കോൺഷ്യസ്നെസ്, അത് നമുക്ക് വീണ്ടും തിരിച്ചു കിട്ടും. ഭഗവാന്റെ പ്രോമിസാണ്. ജാമിള ഇന്റൻഷനലിയോ അൺഇൻറ്റൻഷനലിയോ നാരായണന്റെ നാമം ചൊല്ലി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അർച്ചവിഗ്രഹവും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല, അല്ലേ? അതേപോലെ ഭഗവാന്റെ നാമിയും തമ്മിൽ വ്യത്യാസമില്ല, ഐഡന്റിക്കലാണ്. അജാമിള തന്റെ മകനെ ഉദ്ദേശിച്ചിട്ടാണ് വിളിച്ചതെങ്കിലും, നാരായണൻ എന്ന് വിളിച്ചെങ്കിലും, പക്ഷെ ആ നാരായണൻ എന്നുള്ള പേരും നാരായണനും തമ്മിൽ വ്യത്യാസമില്ലാത്തതുകൊണ്ട് നാരായണൻ എന്ത് ചെയ്തു? വിഷ്ണുദൂതന്മാരെ പറഞ്ഞയച്ചു. അപ്പൊ നമ്മളും അങ്ങനെ ബൈ മിസ്റ്റേക്ക് വിളിച്ചാൽ മതി. അങ്ങനെ ബൈ മിസ്റ്റേക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജീവിതകാലം മുഴുവനെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഉരുവിടണം. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ സമയത്തും ഭഗവാന്റെ നാമം നമ്മുടെ ഭഗവാന്റെ കൃപ കൊണ്ട് നമുക്ക് ജപിക്കാൻ പറ്റും. അപ്പൊ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്റ്റേക്കും കുറച്ച് പൊറായ്മയും ഷോർട്ട് കമ്മിങ്സ് ഒക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിലും കൂടിയിട്ട് നമുക്ക് നല്ലൊരു ലൈഫ് കിട്ടും, നല്ലൊരു ബർത്ത് കിട്ടും. അതിന് യമരാജാവ് തൻ്റെ ദൂതന്മാരെ നമ്മുടെ ആത്മാവിനെ വരിഞ്ഞ് മുറുക്കിയിട്ട് കൊണ്ടുപോകാൻ വരൂല. ഈ സമാധാനമാണ് നമുക്കുള്ളത്, എനിക്കുള്ളത്. വേറെ നല്ല കാര്യങ്ങളും അറ്റ്ലീസ്റ്റ് മെക്കാനിക്കലി എങ്കിൽ മെക്കാനിക്കലി, യുനോ, ഒരു റിച്വലിസ്റ്റിക് ആയിട്ടെങ്കിൽ റിച്വലിസ്റ്റിക്, വി ആർ ട്രൈങ് ടു ഡു. ആ ഒരു ഇതാണ്. പിന്നെ അവസാനം നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മുടെ കോൺഷ്യസ്നെസ് എന്താണ് അതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ അറ്റ്ലീസ്റ്റ് ഒരു വൈഷ്ണവ ട്രഡീഷൻ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ഭഗവാൻസ് mercy will be there. So that's only hope. Any other points? ഏതൊരു ശ്ലോകം കൂടി എടുക്കാം കേട്ടോ. ഇല്ലേ, വലുതാണോ ചെറുതാണോ? ചെറുതാണ്. So we'll take one more ശ്ലോക. മഹാത്മാനസ്തു മാം പാർത്ഥ ദേവീം പ്രകൃതിം ആശ്രിത ഭജന്തി അനന്യ മനസ്സോ ജ്ഞാത്വാ ഭൂതാദിം അവ്യയം. മഹാത്മാനസ്തു മാം പാർത്ഥ ദേവീം പ്രകൃതിം ആശ്രിത ഭജന്തി അനന്യ മനസ്സോ ജ്ഞാത്വാ ഭൂതാദിം അവ്യയം. ഓക്കെ, രൂപേശ്വരി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. മഹാമാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിമാശ്രിതഃ ഭജന്തി അനന്യ മനസോ ജ്ഞാത്വാ ഭൂതാദിമവ്യയം. महात्मनास्तु मां पार्था देवीं प्रकृतिमाश्रिता भजन्त्यनन्यमनसो ज्ञात्वा भूतादिमव्ययम्. മാതാജി. महात्मानस्तु मां पार्था दैवीं प्रकृतिमाश्रितः भजन्ति अनन्यमनसो ज्ञात्वा भूतादिमव्ययम्. ബബിത മാതാജി. हरे कृष्ण प्रभु. महात्मानस्तु मां पार्था देवीं प्रकृतिम् आश्रिता भजन्ति अनन्यमानसो ज्ञानात्वा भूतादिदम् अव्ययम्. അർച്ചന മാതാജി. ഹരേ കൃഷ്ണ. മഹാത്മാനസ്തു മാം പാർത്ഥ ദേവീം പ്രകൃതിമശ്രിതാ ഭജന്തി അനന്യമാനസാ ജ്ഞാത്വാ ഭൂതാനി അവ്യയം. ട്രാൻസ്ലേഷൻ നല്ലൊരു ശ്ലോകമാണ്. ബൈഹാർട്ടിയന്റെ ശ്ലോകമാണ്. ഓ സൺ ഓഫ് പൃഥ, those who are not deluded, the great souls, are under the protection of the divine nature. ഓക്കെ, നമ്മൾ 3 നേച്ചറിനെ പറ്റി പറഞ്ഞു. അന്തരാംഗ ശക്തി, ബഹിരാംഗ ശക്തി, മാർജിനൽ. അപ്പൊ നമ്മളെല്ലാം മാർജിനലാണ്, തടാസ ശക്തിയാണ്. അപ്പോൾ അതില് മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാർ, ഗ്രേറ്റ് സോൾസ്, ദേ ആർ നോട്ട് ഡെലൂഡഡ്. അവർക്ക് സത്യമായിട്ട് അറിയാം, അവര് ഡെലൂഡഡ് അല്ല. ആൻഡ്
such great souls are under the protection of the divine nature. അവരുടെ പ്രൊട്ടക്ഷനിലാണ്, അന്തരാംഗ ശക്തിയുടെ പ്രൊട്ടക്ഷനിലാണ്. ഡിവൈൻ സ്പിരിച്വൽ നേച്ചർ. അവർ മായാലോകത്തിന്റെ മായാദേവിയുടെ ഡെലൂഡിങ് പൊട്ടൻസിയുടെ അധീനത്തിൽ വരില്ല. എങ്ങനത്തെ ആൾക്കാരാണ്? മഹാത്മാക്കള്, ഗ്രേറ്റ് സോൾസ്. അപ്പൊ നമുക്ക് വി ഹാവ് ടു അപ്ഗ്രേഡ് അവർ സെൽസ് ടു ദാറ്റ് പൊസിഷൻ, ടു ബി സിറ്റുവേറ്റഡ് അണ്ടർ ദ കെയർ ഓഫ് അന്തരാംഗ ശക്തി. Now നമ്മുടെ ഒരു കാല് ഇവിടെയും ഒരു കാലം അവിടെയാണ്, രണ്ട് തൊടിയിലാണ്. So they are under the protection of divine nature. They are fully engaged in devotional service. Fully engaged. നമ്മുടെ ഇപ്പോൾ പാർട്ട് ടൈം അല്ല. എല്ലാ എന്താഴ്ചയാണ്? എല്ലാ തിങ്കളാഴ്ചയും മാത്രമല്ല. They are fully engaged in devotional service because they know me as the supreme personality of Godhead, original and inexhaustible. 24 മണിക്കൂറും ഭഗവാന്റെ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ആൾക്കാരാണ്. ഋഷികേശ സേവനം പത്തി ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ സേവനത്തിന് നിയുക്തമാകും. അവർക്കറിയാം, they know me as the supreme personality of Godhead. ഞാനാണ് പരമ പുരുഷോത്തമ ഭഗവാൻ, പൂർണ്ണ പുരുഷോത്തമ ഭഗവാൻ, പരമ ദിവ്യാത്മ പുരുഷൻ, ഒറിജിനൽ, ആദി, അനാദിർ, പുരാണം, ഇൻഎക്സോസ്റ്റബിൾ, അഭയം. അറിയാം. മഹാത്മാനസ്സു മഹാപാർത്ത ദേവ്യം പ്രകൃതിമാശ്രിത ഭജന്തി മനസ്സു കീർത്തനീയ സദാഹരി. കീർത്തനീയ സദാഹരി. ഹരീഷ് പ്രഭുജി ഒട്ടും എന്തോ ക്ലാരിറ്റി ഇല്ല. നെറ്റ് കുറച്ച് സമയം കേൾക്കുന്നുണ്ട്, പക്ഷെ ഭയങ്കര സ്പീഡായിട്ട്. ഇപ്പൊ ഓക്കെ എന്ന് തോന്നുന്നു. നെറ്റ് എന്ത് സ്ലോ ആയിരുന്നു കുറച്ച്. ഇപ്പൊ കേട്ടില്ല. കേട്ടു ഭയങ്കര സ്പീഡായിട്ട് ഇത്രയും സമയം. പക്ഷെ ഓക്കെ, ഇപ്പൊ ഓക്കെ, കറക്റ്റ് പ്രഭുജി. So in this verse, the description of the Mahatma is given clearly. Aran Mahatma, great soul. And opposite, Duratma. Mahatma in the opposite, Duratma. Kripana, miserly person. The first sign of the Mahatma is that he is already situated in the divine nature. Antaranga Shakti Lana. He is not under the control of material nature. Our curriculum Bhagwande external energy adhinathilalla. And how is this affected? That is explained in the 7th chapter. One who surrenders under the supreme personality of God, Sri Krishna, at once becomes freed from the control of material nature. ഭഗവാൻ പൂർണ്ണമായിട്ടും ശരണാഗതി പ്രാപിക്കുന്ന ഒരു വ്യക്തി, ഒരു ഭക്തൻ, തീർച്ചയായിട്ടും ഭഗവാന്റെ ഇല്യൂഷറി എനർജിയിൽ നിന്ന് പുറത്തേക്ക് വരും. അവർ കൺട്രോൾ ചെയ്യില്ല. മായാദേവി കൺട്രോൾ ചെയ്യില്ല. മായാദേവി അവരെ സപ്പോർട്ട് ചെയ്യുള്ളൂ. പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിക്കുന്ന ഒരാളെ. നമ്മളെപ്പോലുള്ള ആൾക്കാരാണെങ്കിൽ മായാദേവി ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിന് ഹൗ മച്ച് സിൻസിയർ ആർ വി ഇൻ അറ്റൈനിങ് ദ സുപ്രീം. അവിടെ ടെസ്റ്റിംഗ് ഉണ്ടാവും. ആ ടെസ്റ്റിംഗ് കഴിഞ്ഞാൽ എല്ലാം പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സഹായിക്കുക ചെയ്യാം മായാദേവി. അപ്പൊ ടെസ്റ്റിൽ നമ്മൾ വിൽ ബി ഫ്രൈഡ്. ടെസ്റ്റിൽ പാസ്സാവണം. ശരിക്കും നമ്മളെ ഫ്രൈ ചെയ്യും മായാദേവി. അപ്പൊ അതിനെയെല്ലാം നമ്മൾ തരണം ചെയ്യാനുള്ള പ്രാപ്തി വേണം. ആ പ്രാപ്തി കിട്ടണമെങ്കിൽ ഭഗവാന്റെ നാമം മാത്രമേ ഉള്ളൂ. So that is explained in the 7th chapter. One who surrenders unto the supreme personality of Godhead, Sri Krishna, at once becomes freed from the control of material nature. That is the qualification. One can become free from the control of material nature as soon as he surrenders his soul to the supreme personality of Godhead. Devi hi esha gunamayi mama maya durataya mam evaye prabhaddente mayam edam tarantide. ഇതാണോ ശ്ലോകം റെഫർ ചെയ്യുന്ന? എനിക്കറിയില്ല. ആണോ? സെവൻത് ചാപ്റ്ററിൽ ഇതാണോ ശ്ലോകം?
So that's a preliminary formula. Being marginal potency, as soon as the living entity is freed from the control of the material nature, he is put under the guidance of the spiritual nature. The guidance of the spiritual nature is called Devi Prakriti. Yes, same. ഈ ശ്ലോകത്തിനെ പറയുന്നത് ഗൈഡൻസ് ഓഫ് ദൈവേഹ്യേഷ ഗുണമയ്യാണോ പ്രഭുജി? 7th ചാപ്റ്ററില അതെ 7.14 ദൈവികേശ ഗുണമയ്യ റിഫർ ചെയ്തത്. The guidance of spiritual nature is called Devi Prakriti, divine nature. So when one is promoted in that way, by surrendering to the Supreme Personality of Godhead, one attains to the stage of great soul Mahatma. Mahatma does not divert his attention to anything outside Krishna, because he knows perfectly well that Krishna is the original Supreme Person, the cause of all causes. There is no doubt about it. Such a Mahatma or great soul develops through association with other Mahatmas, pure devotees. Pure devotees are not even attracted by Krishna's other features, such as the four-armed Mahavishnu. Anana Shuddha Bhaktamara. He will not even get attracted to other features of the Supreme, because he wants the original form of the Supreme Personality, what is Shama Sundara form. മഹാവിഷ്ണുവിന്റെ ഫോമിന് കൂടി അവർക്ക് അട്രാക്ഷൻ കിട്ടില്ല. അതുകൊണ്ടാണ് ഗോപികമാര് രാസലീല നടക്കുന്ന സമയത്ത് ഭഗവാൻ പെട്ടെന്ന് അപ്രത്യക്ഷപ്പെട്ടു. അവരുടെ എന്താ ലവ് ഒരു ഇന്റൻസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലേ. നമ്മള് യൂണിയനില് സെപ്പറേഷൻ വരുമ്പോൾ അതിന്റെ ഇന്റൻസിറ്റി കൂടും. അപ്പോൾ അത്ര നേരം യൂണിയനിലുള്ള സമയത്ത് വളരെ സന്തോഷമായിരുന്നു, എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അപ്പൊ ഒരു നിമിഷം ഭഗവാൻ അവിടുന്ന് അപ്രത്യക്ഷപ്പെട്ടപ്പോ എല്ലാവരും വളരെതായി വ്യാകുലരായി. എന്താണ്, എവിടെയാണ്, എവിടെ പോയി എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. എല്ലാവരും അന്വേഷിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഭഗവാൻ സ്വയം നാരായണന്റെ വേഷത്തിൽ വളർന്നു, ചതുർഭുജമായിട്ട് അല്ലെ, ചതുർഭുജമായിട്ട് വന്നു. അപ്പൊ ഉടനെ അവരെന്ത് ചെയ്തു, ഗോപികാര് നമസ്കരിച്ചിട്ട് പറഞ്ഞു, എവിടെയാണ് ഞങ്ങളുടെ ശ്യാം സുന്ദർ എന്ന് കാണിച്ചു തരാമോ. ആ ശ്യാം സുന്ദറാണ് ഇവിടെ 400 ആയിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ അവർക്ക് വേണ്ട. അപ്പൊ അവർക്ക് ഈവൻ ദ 400 വിഷ്ണു ഫോമിനോ അല്ലെ നാരായണ ഫോമിനോട് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. They want Krishna, the 200 original Supreme Personality of Godhead. Pure souls, pure devotees, they are not even interested in the 400 form of Mahavishnu or Narayana. They're simply attracted by the two-armed form of Krishna. They are not attracted to other features of Krishna, nor are they concerned with any form of a demigod or of a human being. അവർ മറ്റുള്ള അന്യ ദേവതമാരെ അല്ലെങ്കിൽ ഈവൻ മറ്റുള്ള ഗ്രേറ്റ് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സിനോട് അവർക്ക് ഇതില്ല. They meditate only upon Krishna in Krishna consciousness. They are always engaged in the unswerving service of Lord in Krishna consciousness. AP അന്യദേവതാ ഭക്ത അല്ലെ, അന്യദേവതമാരെ അവരുടെ ഭക്തന്മാര് എന്നെയാണ് ഇൻഡയറക്ട്ലി ഉപാസിക്കുന്നതെങ്കിലും കൂടിയിട്ട് അവര് അവിധിപൂർവമാണ് അത് ചെയ്യുന്നത്, വിധിപ്രകാരമല്ല എന്ന് ചെയ്യുന്നത്. കാരണം എന്താണ്, അവരെല്ലാം ഈ ഡെലൂഡിങ് എനർജിയുടെ കീഴിലാണ്. ഇവിടെ ശുദ്ധഭക്തന്മാരെ മറ്റ് കൃഷ്ണന്റെ ഫോം അല്ലാണ്ട് മറ്റ് ഫോമിലും കൂടി അവർക്ക് താല്പര്യം ഇല്ലാതെ പറഞ്ഞു. ഹരേ കൃഷ്ണ. വഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. अनंत कोटि वैष्णव की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंदे। हरि हरि बोल। हरे कृष्णा।